ഇന്നത്തെ നമ്മുടെ വിഷയം, നമ്മുടെ മുഖം നോക്കി നമുക്ക് പല അസുഖങ്ങളും തിരിച്ചറിയാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ നഖം നോക്കി പല അസുഖങ്ങളും മുന്നേ തിരിച്ചറിയാൻ പറ്റും. കാരണം നമ്മുടെ വിരൽത്തുമ്പിലുള്ള ബ്ലഡ് വെസൽസ്, നെർവ്സ്, ബോൺസ് ഒക്കെ നമ്മുടെ ബോഡിയുടെ പല പാർട്ടുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ നെയിലിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതായത് ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നെയിൽ കൂടി നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റും. നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതിന് വേണ്ട പ്രതിവിധികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡാമേജ് ഇല്ലാതെ രക്ഷപ്പെടാനും പറ്റും. അപ്പോൾ സാധാരണ എന്താണ്, ഹോർമോണൽ ഇംബാലൻസ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അനീമിയ, ജോണ്ടിസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ നെയിലിൽ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും. പണ്ടുള്ള ആൾക്കാർ പറയാറില്ലേ, നമ്മുടെ നെയിലിൽ ഒരു ചെറിയ മഞ്ഞ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് ജോണ്ടിസ് ആണോ എന്ന് സംശയം, പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. അപ്പോൾ അവർക്ക് കണ്ണിലും നഖത്തിലും ഒക്കെ വരുന്ന ആ മാറ്റങ്ങൾ കണ്ടിട്ടാണ് അവരങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെയുള്ള ഒരു മാറ്റമാണ് ഫൈൻ ലൈൻസ് വന്നിട്ട് റിഡ്ജസുമായിട്ട് വരുന്നത്. അതായത് ചെറിയ ചെറിയ ലൈൻസ് വന്ന് റിഡ്ജസ് പോവും, തടിപ്പുകൾ പോലെ നമ്മുടെ നഖത്തിൽ വരുന്നത്. അതായത് സ്മാൾ ഫൈൻ ലൈൻസ് റണ്ണിങ് ഫ്രം ക്യൂബിക്കിൾ ടു ടിപ്പ് ഓഫ് ദ നെയിൽ. അതായത് ഇതിന് ഈ ഒരു ഭാഗത്തുനിന്ന് ടിപ്പിലേക്ക് ചെറിയ ചെറിയ ലൈൻസ് വന്നിട്ട് ചെറിയ ചെറിയ തടിപ്പുകളും കൂടി വരുന്ന ഒരവസ്ഥ. അപ്പം അതിന് റിഡ്ജിഡ് നെയിൽസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളുടെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് സാധാരണ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇത് ഏജ് കുറച്ചുള്ള ആൾക്കാരിൽ ഈ ഫൈൻ ലൈൻസ് ഒക്കെ വരുന്ന നെയിലുണ്ടാകുന്ന ടെക്സ്ചറിലുണ്ടാകുന്ന ഈ മാറ്റം പല അസുഖങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷൻ ആവാം, ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് ആകാം, അതുപോലെ ഹൈ കൊളസ്ട്രോൾ ലെവലാകാം, ഹൈ പ്രൊഡക്ഷൻ ഓഫ് കോർട്ടിസോൾ ഹോർമോൺ ആകാം. അതായത് നമുക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വരുമ്പോൾ നമ്മുടെ കോർട്ടിസോൾ ഹോർമോൺ ഒരുപാട് ഹൈ ക്വാണ്ടിറ്റിയിൽ റിലീസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെയുള്ള ഒരവസ്ഥ ഉണ്ടാകാം. അപ്പം നമുക്കിന്ന് ഈ റിഡ്ജിഡ് നെയിൽസിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്തി ബെഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കല. അപ്പം നമുക്ക് റിഡ്ജിഡ് നെയിൽസിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം സാധാരണ ഇനിയായിട്ടും റിഡ്ജിഡ് നെയിൽസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടൻ തന്നെ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം. അപ്പം നമ്മളുടെ തൈറോയിഡ് ഗ്ലാൻഡ്, ചെറിയൊരു ഗ്ലാൻഡ് നമ്മുടെ ബോഡിയിലുള്ള പല ഫങ്ഷനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് തൈറോയിഡ് മെറ്റബോളിസം ഓൾട്ടർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ പല ഡിസ്ഫങ്ഷനും ഉണ്ടാകുന്നു. അതായത് തൈറോയിഡ് ഹോർമോൺസിലുണ്ടാകുന്ന ഇംബാലൻസ്, അതായത് T3, T4, TSH ഒക്കെ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ അത് തൈറോയിഡ് മെറ്റബോളിസത്തെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടാണ് പല ഇതും താളം തെറ്റുന്നത്. നമ്മുടെ ഹാർട്ട് റേറ്റിൽ മാറ്റം വരുന്നു, ബോഡി ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നു, പല ഫങ്ഷനും താളം തെറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ നെയിലിലും മാറ്റം വരും. നെയിൽ ഗ്രോത്തിൽ അവിടെയുള്ള ബ്ലഡ് വെസൽസിനെയും നെർവ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ട് ഈ നെയിൽ ബെഡിൻ്റെ സ്ട്രക്ചറിലും പല മാറ്റങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ഈ നെയിലിൽ ഗ്രൂവ്സും റിഡ്ജസും ഒക്കെ ഫോം ചെയ്യുന്നതിന് ഇത് കാരണമാകുന്നു. അപ്പം ഇങ്ങനെയൊന്ന് കണ്ടു കഴിഞ്ഞാൽ, ഗ്രൂവ്സും റിഡ്ജസും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൈറോയിഡിൻ്റെ ഫങ്ഷനും കൂടെ നമ്മൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. റിഡ്ജിഡ് നെയിൽസ് ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. ഇപ്പം സാധാരണ കേൾക്കുന്ന ഒരവസ്ഥയാണ്, മിക്കവാറും പറയും എനിക്ക് B12 കുറവാണ് എന്ന്. സാധാരണ ഇത് വെജിറ്റേറിയൻസിനാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. നോൺ വെജ് ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് കൂടുതലും വൈറ്റമിൻ B12 കിട്ടുന്ന അനിമൽ ഫുഡിൽ നിന്നാണ്. അപ്പോൾ അവർക്കത് വലിയ പ്രശ്നമില്ല. എങ്കിലും അവരിൽ ഇപ്പം ചില കോമൺ ആയിട്ട് കാണുന്നുണ്ട് B12ൻ്റെ കുറവ്. അപ്പം വൈറ്റമിൻ B12 കുറവാണെങ്കിൽ അത് നമ്മുടെ നെർവ് സപ്ലൈയെയും ബ്ലഡ് സപ്ലൈയെയും നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ വിരൽ തുമ്പിലേക്കുള്ള പിന്നെ ഓക്സിജനും മറ്റ് ന്യൂട്രിയൻസും, നമുക്ക് ബ്ലഡ് വഴിയല്ലേ ന്യൂട്രിയൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ആ ഓക്സിജനും ന്യൂട്രിയൻസിനും കറക്റ്റായിട്ട് കിട്ടാത്തപ്പോൾ ഈ നെയിൽ ബെഡിനെ അത് അഫക്റ്റ് ചെയ്ത് ഇതേപോലെ ഗ്രൂവ്സും അതുപോലെ വൈറ്റ് ലൈൻസും റിഡ്ജസും ഒക്കെ ഫോം ചെയ്യാനത് കാരണമാകുന്നു. റിഡ്ജിഡ് നെയിൽസിന്റെ മറ്റൊരു പ്രധാന കാരണമാണ് അയൺ ഡെഫിഷ്യൻസി, അനീമിയാസ്. അയൺ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ വേണ്ടി. അതായത് അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ കുറയും. അപ്പം നമ്മുടെ RBCസിന്, അതായത് റെഡ് ബ്ലഡ് സെൽസിന് പ്രോപ്പറായിട്ട് ഓക്സിജനും മറ്റു ന്യൂട്രിയൻസും ഒന്നും നമ്മുടെ ബോഡിയുടെ പല ഭാഗത്തും എത്തിക്കാൻ കഴിയാതെ വരും. അതുപോലെ തന്നെയാണ് നെയിൽസിലേക്കുള്ള ഈ സപ്ലൈ അങ്ങ് കുറയും. അപ്പോൾ ഈ ഓക്സിജനൊക്കെ നന്നായിട്ട് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് നെയിൽ ബെഡ് അത് ഷ്രിങ്കായിട്ട് കംപ്രസ്സായി കഴിയുമ്പോഴത്തേക്കിന് ഇതുപോലെ ഗ്രൂവ്സും റിഡ്ജസും ഒക്കെ ഉണ്ടാകും. സാധാരണ ഇത് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ സിവിയർ ബ്ലഡ് ലോസ് വന്നു കഴിയുമ്പോൾ, അതായത് ഹെവി ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാർ, അതുപോലെ പ്രഗ്നൻസിയിൽ, അത് ആഫ്റ്റർ ഡെലിവറി, ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥകളിൽ നെയിലിൽ ഇത്തരം മാറ്റങ്ങൾ സാധാരണ ഉണ്ടാകാറുണ്ട് ചിലരിൽ.
അപ്പോൾ അത് നമ്മൾ സാധാരണ കറക്റ്റ് ചെയ്യേണ്ടത് എന്താണ്? അയണിന്റെ കുറവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി പരിഹരിക്കാനുള്ള ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കുക. അപ്പം ഡേറ്റ്സും നട്ട്സും അതുപോലെ മാതളവും ചീരയും അതുപോലെ മറ്റു വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ ഇതുപോലെ സെലക്ട് ചെയ്ത് അയൺ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ കൂടുതൽ സെലക്ട് ചെയ്ത് കഴിച്ച് ആണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. മറ്റൊരു കാരണമാണ് നെയിൽ ട്രോമ. അതായത് നെയിൽ ബൈറ്റിങ് മൂലം നമുക്ക് ട്രോമ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ നെയിൽ മാട്രിക്സ് ഡാമേജ്ഡ് ആയിട്ട് നെയിലിന്റെ ടെക്സ്ചർ മാറുന്ന ഒരവസ്ഥ. അപ്പം സ്ഥിരമായിട്ട് നെയിൽ ഇങ്ങനെ കടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നെയിൽ ഗ്രോത്ത് സെന്ററിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് സീലിംഗ് ലെയർ ബ്രേക്ക് ആവും. അങ്ങനെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കിന് എന്ത് പറ്റും? ഈ പലതരം ജേംസ് എൻ്റർ ചെയ്യും. അതായത് ബാക്ടീരിയയും വൈറസും ഒക്കെ എൻ്റർ ചെയ്തിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ചിലത് ഇൻഫെക്ഷൻ ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ടിഷ്യൂസ് ഒക്കെ ഡാമേജ് ആയി ഷ്രിങ്ക് ആയിട്ട് ഇതുപോലെ റിഡ്ജസും ലൈൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, സ്ഥിരമായിട്ട് ചില കുഞ്ഞുങ്ങള് പിന്നെ വിരൽ ചുപ്പിയിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ കയ്പുള്ള സാധനങ്ങളൊക്കെ തേച്ച് കൊടുത്തു ആ ഹാബിറ്റ് മാറ്റാൻ നമ്മൾ നോക്കാറുണ്ട്. എന്നാൽ ചില മുതിർന്ന ആൾക്കാർ ഒരു ഹാബിറ്റായിട്ട് മാറും. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ നഖം കടിച്ചുകൊണ്ടേയിരിക്കും. ചുമ്മാ ഇരിക്കുമ്പോൾ നഖം കടിച്ച് പൊട്ടിച്ച് വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അത്തരക്കാരിൽ കാലക്രമേണ ഇതുപോലെ റിഡ്ജിഡ് നെയിലായിട്ട് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റിഡ്ജിഡ് നെയിൽസിന് നമ്മൾ ആരും ചിന്തിക്കാത്ത മറ്റൊരു കാരണമുണ്ട്, ഒരു ഹിഡൻ ഫാക്ടർ ഉണ്ട്, സ്ട്രെസ്സും ടെൻഷനും. നമ്മുടെ ബോഡിയിലുള്ള പല പ്രശ്നങ്ങളെയും അത് അഫക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ നെയിലിന്റെ മാറ്റത്തിനും അത് കാരണമാകുന്നു. അപ്പം സ്ട്രെസ് കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അഡ്രിനൽ ഗ്ലാൻഡ് ഹൈ എമൗണ്ടിൽ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഹൈ എമൗണ്ടിലാവുമ്പോഴത്തേക്കും നമ്മുടെ വിരൽത്തുമ്പിലേക്കുള്ള ബ്ലഡ് സപ്ലൈ അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ട് ഓക്സിജനും മറ്റ് ന്യൂട്രിയൻസും പ്രോപ്പറായിട്ട് കിട്ടാത്തതിനോടൊപ്പം തന്നെ നെയിൽ ഗ്രോത്തിന് സഹായിക്കുന്ന മെത്തിയോണിൻ അതുപോലെ ബയോട്ടിൻ, സിങ്ക് ഈ മൂലകങ്ങളുടെയൊക്കെ കുറവ് നന്നായിട്ട് അനുഭവപ്പെടും. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കിന് ഫൈൻ റിഡ്ജസും അതുപോലെ ഗ്രൂവ്സും ലൈൻസും ഒക്കെ പ്രത്യക്ഷപ്പെടും. അപ്പം മറ്റ് പല പ്രശ്നങ്ങളും സ്ട്രെസ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ നെയിലിലുണ്ടാകുന്ന ചേഞ്ചസ്. റിഡ്ജിഡ് നെയിൽസ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണോ ഞാൻ പറഞ്ഞത്? അതായത് നഖത്തിലുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ട് ഇത്തരം ചേഞ്ചസ് നമുക്ക് വരാവുന്നതാണ്. അതുപോലെ സ്ട്രോങ് മെഡിക്കേഷൻ, ഏറെക്കാലം ചില ക്രോണിക് ഡിസീസിന് മെഡിസിൻ എടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്തരം ചേഞ്ചസ് ഇതൊന്നും കൂടാതെ തന്നെ സംഭവിക്കാവുന്നതാണ്. പിന്നെ ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ്, ഞാൻ പറഞ്ഞില്ല, സീലിയാക് ഡിസീസ്, ക്രോൺസ് ഡിസീസ്, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിക്കാം. പിന്നെ അയൺ ഡെഫിഷ്യൻസി, അനീമിയാസ്, വൈറ്റമിൻ B12 കുറവ്, ഇങ്ങനെ പല അസുഖങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ തന്നെയാണ് നഖത്തിലുണ്ടാകുന്ന ഈ മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ തിരക്കിനിടയിൽ പലരും നഖമൊന്നും അധികം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് അത്രയ്ക്കധികം തിരക്കാണെങ്കിൽ നമ്മൾ ആരെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മുടെ നെയിലിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക. ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, നമുക്ക് അപ്പം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആ അസുഖങ്ങൾ നേരത്തെ തിരിച്ചറിയാനും പറ്റും, വേണ്ട പ്രതിവിധി ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ.